ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. അപ്പൊ നിനക്കും ഈശ്വരമംഗലത്തിനും തമ്മിൽ ഒരു ബന്ധവുമില്ല അല്ലേ? ഇല്ലെങ്കിൽ പോലീസിലെങ്ങാനും അവരെ അറിയിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ജയിലിൽ കിടന്നേനെ. ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടത്. എല്ലാത്തിനും കാരണക്കാരി ആ നിധിയെ. എല്ലാ തെളിവുകളും ഉണ്ടാക്കിയെടുത്ത് അവൾ ഈശ്വരമംഗലത്തു നിന്ന് എന്നെ പുറത്താക്കി. വീട്ടിൽ ചെന്ന് കയറിയിട്ടോ അച്ഛൻ എന്നെ മുറിയിലിട്ട് പൂട്ടിയിട്ടേക്കായിരുന്നു. ജനലിൽ കൂടി കൈയിട്ട് ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥയായിരുന്നു അങ്ങളെ എനിക്ക്. കഴിഞ്ഞത് കഴിഞ്ഞു. എനിക്കും അന്തസ്സായിട്ട് ജീവിക്കണ്ടേ അങ്ങളെ? ഓക്കെ ഓക്കെ, ഇനിയിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ മോള് പറഞ്ഞു വരുന്നത്? നിധിയേക്കാൾ അന്തസ്സായിട്ട് എനിക്ക് ജീവിക്കണം അങ്ങളെ. ഇനി ഞാനായിട്ട് എന്റെ വഴി തെരഞ്ഞെടുത്തേ മതിയാവും. അതിനെനിക്ക് ബിസിനസ് ചെയ്യണം. എനിക്കും എന്തെങ്കിലും തുടങ്ങിയേ പറ്റൂ. പക്ഷെ അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് വേണമല്ലോ. അങ്കിൾ എനിക്കൊരു 2 കോടി രൂപ തന്ന് സഹായിക്കണം. 2 കോടി രൂപ? 2 crore? എന്താങ്ങളെ? നിനക്ക് ബിസിനസ് ചെയ്യാൻ ഞാൻ 2 കോടി രൂപ തരണം അല്ലേ? നേരത്തെ പറഞ്ഞല്ല, ദാ ഇപ്പൊ പറഞ്ഞതാണ് യഥാർത്ഥ കോമഡി. മോളെ, എന്തുറപ്പില്ല നിനക്ക് ഞാൻ 2 കോടി രൂപ തരേണ്ടത്? അതിനെന്ത് ഗ്യാരണ്ടി ഉള്ളത്? നേരത്തെ നിനക്ക് സമ്പന്നതയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും പിൻബലവും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴോ? നീ തന്നെ പറഞ്ഞു വട്ടപൂജയാണെന്ന്. ആ നിനക്ക് എന്ത് ധൈര്യത്തിലാ ശിവാനി 2 കോടി രൂപ എടുത്തു തരേണ്ടത്? ഇതെന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് അങ്കിൾ ഉറപ്പ് തന്നതല്ലേ? അങ്കിളിന് എന്താ എന്നെ വിശ്വാസമില്ലേ? വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസ വഞ്ചനയെക്കുറിച്ചും പറയുന്ന ഒരാളെ കണ്ടില്ലേ? പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് നീ നടത്തുന്ന അഭിനയത്തെക്കുറിച്ച് എന്നോട് പോലും നീ കള്ളം പറഞ്ഞത് എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ലേ? ആ കള്ളത്തരം ഞാനല്ലേ കണ്ടുപിടിച്ചത്. മോളെ ശിവാനി, അങ്കിള് പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഒരാളാ. എന്റെ ജീവിതം എന്ന് പറയുന്നതേ ബിസിനസ്സാ. ഒറ്റ ലക്ഷ്യമേ എപ്പോഴും എന്റെ മുന്നിലുള്ളൂ. അത് സക്സസ് ആണ് താരം. എന്റെ മെയിൻ ശത്രുക്കളായിരുന്നു ഗൗതമും പിന്നെ നിധിയും. അവരെ തോൽപ്പിക്കാൻ എനിക്കൊരു ടൂള് വേണമായിരുന്നു. അത് ഞാൻ തിരഞ്ഞെടുത്തത് അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ആയിരുന്നതുകൊണ്ടാ നീ എനിക്ക് പ്രിയപ്പെട്ടവളായത്. ബട്ട് നൗ നീ ഒരു വലിയ പൂജ്യമാണ് ശിവാനി. എ ബിഗ് സീറോ. നിന്നെ കൊണ്ട് എനിക്കൊരു ഉപയോഗവും ഇനിയില്ല. നിനക്ക് എനിക്കായിട്ട് ഇനി ഒന്നും ചെയ്യാനും ആകില്ല. എനിക്കൊരു പ്രയോജനമില്ലാത്ത നിനക്ക് ഞാൻ 2 കോടി രൂപ ചുമ്മാ അങ്ങ് എടുത്തു തരേണ്ട ആവശ്യം എന്താ? നാഴിക്ക് 40 വട്ടം അങ്കിൾ പറയുമായിരുന്നില്ലേ ഞാൻ അങ്കിളുടെ പിറക്കാതെ പോയ മകളാണെന്ന്? എന്റെ പ്രണവിന്റെ കല്യാണം നടത്തി തന്നത് പോലും അങ്കിളല്ലേ? എന്നിട്ട് പഴങ്കഥയുടെ കെട്ടഴിക്കേണ്ട നീ. ഞാൻ എന്തിനു വേണ്ടി മെനക്കെട്ടോ അതുപോലും നിനക്ക് സാധിക്കാനായില്ല. ഈശ്വരമംഗലത്ത് നാശം വിതയ്ക്കുന്ന ഒരു വൈറസായി നീ മാറുമെന്ന് ഞാൻ പ്രതീക്ഷ വെച്ചിട്ട് അവിടെ പോയി പരാജയപ്പെട്ട് തല കുമ്പിട്ട് വന്ന് നിൽക്കുന്നവളാ നീ ഇപ്പോ. ഞാൻ ഈശ്വരമംഗലത്തുണ്ടായിരുന്നപ്പോ അങ്കിളിന് വേണ്ടി എന്തോരം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും മറക്കരുത് അങ്കിളെ. അത് അന്തക്കാലം, മറന്നേക്ക്. ഓടാൻ കടുത്തുള്ള കുതിരയ്ക്ക് മേലെ ബുദ്ധിയുള്ളവർ പണമൊടുക്കി പന്തയത്തിനിറങ്ങും. ശിവാനി, നീ ഇപ്പൊ ചത്ത കുതിരയല്ലേ? ഇനി മേലിൽ നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ജസ്റ്റ് ഒരു ഫോൺ കോൾ, മിസ് കോൾ, ഹലോ എന്നൊരു മെസ്സേജ്, അതുപോലും എന്റെ ഫോണിലേക്ക് വന്നേക്കരുത്. ഗുഡ് ബൈ. അങ്കിളെ പോലെ പ്ലീസ്. എല്ലാരും എന്നെ കൈവിട്ടു. വസുന്ധരാന്റി പോലും എന്നെ കൈ ഒഴിഞ്ഞു. വേണ്ട, 2 കോടി വേണ്ട, 1 കോടി അത്രയെങ്കിലും തന്ന് സഹായിച്ചൂടെ എന്നെ? നിന്റെ ഈ അവസ്ഥ കണ്ടപ്പോ സങ്കടം തോന്നുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം,
നിസ്സഹായനാണ് ഞാൻ. പക്ഷേ നിന്നെ എനിക്ക് നിർദ്ദയം അങ്ങ് കൈയൊഴിയാനാവില്ലല്ലോ. അതുകൊണ്ട് ഒരു സഹായം ഞാൻ ചെയ്യാം. ദാ, ഇത് പിടിച്ചു. ഇത് വെച്ചോ. God bless you. നീ എന്നെ പിച്ചക്കാരിയാക്കിയല്ലേ? കാണിച്ചു തരാൻ ഞാൻ നിനക്ക്. നിനക്ക് ഈ കിട്ടിയതൊന്നും പോരല്ലേ? വീണ്ടും ആ വൃത്തികെട്ട CKC കാണാൻ വന്നിരിക്കുന്നു. എന്നെ അവസ്ഥയെ കൊണ്ടുവന്നിട്ട് പിന്നെ ഉപദേശിക്കാൻ വരുന്നോ നീ? എന്ത് കിട്ടിയാലും നിനക്ക് തൃപ്തിയാവില്ല അല്ലേ? എടി, അനുഭവങ്ങളിൽ നിന്നെങ്കിലും നിനക്ക് പാഠം പഠിച്ചൂടെ? നീ എന്നെ ഒരു പാഠം പഠിപ്പിച്ചതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നിധി, നിന്നെ വെറുതെ വിടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. ഇപ്പോഴും നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നവളാണ് ഞാൻ. അത് തിരിച്ചറിയാതെയാ നീ ഇപ്പോഴും എന്നോട് പ്രതികാരം ചെയ്യാൻ നടക്കുന്നത്. നിർത്തടി നിന്റെ ഒരു നല്ല പിളചമയല്. എനിക്ക് നന്മ വരണമെന്ന് നീ ആഗ്രഹിക്കുന്നല്ലേ? ഈ പറഞ്ഞത് ഞാനങ്ങോട്ട് വിശ്വസിച്ചു. വല്ല പോത്തിനോട് പോയി ചെന്ന് പറ നീ. നിന്നെ ഉപദേശിക്കുന്നതിലും നല്ലത് പോത്തിനെ ഉപദേശിക്കുന്നത് തന്നെയാ. ചിലപ്പോ അത് കേട്ട് അതിന് ബുദ്ധി ഉദിച്ചെന്ന് വരാം. നിന്നെയും പ്രണവിനെയും വീണ്ടും ഒന്നിപ്പിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ച് ഞാനും ഗൗതമും കൂടി പോലും കലഹത്തിലായി. അറിയോ നിനക്ക്? നിങ്ങൾ കലഹത്തിലായോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. പക്ഷെ ഒന്നും ഞാൻ പറഞ്ഞേക്കാം, പ്രണവിനെ എന്നെയും തമ്മിൽ പിരിച്ചത് നീയാണെങ്കിൽ ഞങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ബാധ്യതയും നിനക്ക് തന്നെയാ. എന്നെ വഴിയാധാരാക്കിട്ടെ നിനക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ നീ കരുതണ്ട. എന്റെ ജീവിതം നഷ്ടപ്പെട്ട നിന്നെ ഗൗതമനെ ഞാൻ 2 വഴിക്കാക്കിയിരിക്കും. ഈ ശിവാനിയെ പറയുന്ന ഓർത്തോ നീ? നീയൊക്കെ ഒരു പെണ്ണാണോടി? ഏത് സമയവും വെല്ലുവിളിയും ഭീഷണിയും പകപോക്കലും അല്ലാതെ നിന്റെ മനസ്സിൽ വേറൊന്നും വരില്ലേ? നിനക്ക് ഉപകാരം ചെയ്യാൻ നോക്കിയ എന്നെ പോലും വെല്ലുവിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് നീ അല്ലേ?